രോഹിത് ശർമ്മ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം രോഹിത് ഇന്ന് മികച്ച കളി ഓപ്പണിംഗിൽ കാഴ്ചവെച്ചു. 97 റൺസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇന്ത്യക്ക് 240 റൺസ് എടുക്കാൻ സാധിച്ചില്ല. രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാഹുലും ശിവൻ ദുബൈയും ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. ശ്രേയസ് അയ്യർക്കാണെങ്കിൽ കളിക്കാനും സാധിച്ചില്ല. കോഹ്ലി പെട്ടെന്ന് ഔട്ടായപ്പോൾ ഇന്ത്യ ഇന്ന് ശരിക്കും അടിപതറി. ഇന്ത്യ അവസാനം ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ ഇന്ന് തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു ഇന്ത്യൻ ടീമിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാനിന്ന് മികച്ചൊരു ഓപ്പണിംഗ് ഇന്ത്യക്ക് കൊടുത്തു, എന്നിട്ടും അവർക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. ശ്രേയസ് അയ്യർ ഇങ്ങനെ ഫ്ലോപ്പ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. രാഹുലിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ അവനും ഡെക്കിൽ പുറത്തായി. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ ഒരു ടീമിനെ കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ സാധിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഏകദിനത്തിൽ സഞ്ജുവിനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരണം. ശ്രീലങ്കൻ ടീമിന് 240 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈസി ആയിട്ട് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചത്. എന്നിട്ടും അവർ കളി ജയിപ്പിച്ചില്ല. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഇന്ന് കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ആദ്യത്തെ ഏകദിനത്തിൽ സമനില, രണ്ടാമത്തെ ഏകദിനത്തിൽ തോൽവി. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ പരമ്പര കൈവിട്ടു പോകും. അവസാനത്തെ ഏകദിനത്തിൽ ആര് ജയിക്കുന്നുവോ അവർക്കായിരിക്കും പരമ്പര ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യ ബാറ്റിംഗിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിക്കണം. രോഹിത് ശർമ്മ ഒഴിച്ച് ആരും തന്നെ ഫോം ആകുന്നില്ല. രോഹിത് ഇന്ന് 64 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ശുഭ്മാൻ ഗില്ലും നല്ലൊരു സപ്പോർട്ട് രോഹിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. അക്ഷർ പട്ടേൽ കുറച്ചു നേരം പിടിച്ചു നിന്നു. എന്നാൽ രാഹുൽ, ശിവൻ ദുബൈയൊക്കെ ഡെക്കിൽ പുറത്തായതാണ് ഇന്ത്യക്ക് പണിയായത്. അതുപോലെ കോഹ്ലിയും ഫോം ഔട്ടായി. അപ്പോൾ ഏകദിനത്തിൽ സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണമോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.